1 കിലോ അരിക്ക് 250 ശർക്കര. അരി കുതിർത്തിട്ട് കുതിർന്ന് വരുമ്പം ശർക്കര ഉരുക്കിയത് തണുപ്പിച്ച് അതൊഴിച്ച് അരച്ചെടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ 1 കിലോ അരിക്ക് ഒരു 1/4 കിലോ മൈദ എന്ന കണക്കിന് ഇടുക. മൈദയ്ക്ക് പകുതി മൈദയും 1/4 കിലോ 1/4 കിലോ മൈദയല്ല, 1/4 കിലോയ്ക്ക് ഇപ്പം അത് രണ്ടായിട്ട് കുറച്ച് മൈദയും കുറച്ച് റവയും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് അതിനകത്ത് ഇട്ടിട്ട് കലക്കി വെക്കുക. കലക്കി വെക്കുമ്പോൾ ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കലക്കി വെക്കുക. അതിൻ്റെ അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ ജീരകവും ഏലക്കായും ഇട്ടരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി തേങ്ങ ചെറുതായിട്ട് കൊത്തിയെടുത്ത് നെയ്ക്കകത്തോ വെളിച്ചെണ്ണയ്ക്കകത്തോ വറുത്ത് അതിനകത്തിടുക. ഇച്ചിരി എള്ളും ഇടാം. പിന്നെ ഒരു 2 മണിക്കൂർ കഴിയുമ്പം കോരി ഒഴിച്ച് ചുട്ട് തുടങ്ങാം. പൊങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല. ഇതിൽ മയമില്ലെങ്കിൽ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം. ഒരു നുള്ള് അധികമായാൽ പൊട്ടിപ്പുറത്തോട്ട് വരും. അതുകൊണ്ട് പിന്നെ പഴം ഉണ്ടെങ്കിൽ നല്ലതാണ്. പാളയംകോടൻ പഴമോ മറ്റേ റോബസ്റ്റ പഴമോ അങ്ങനെ എന്തെങ്കിലും പഴം. പാളയംകോടൻ പഴമാണെങ്കിൽ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു 1 കിലോ അരിയാണെങ്കിൽ ഒരു 4 പാളയംകോടൻ പഴം അരയ്ക്കുന്നത് നല്ലതാണ്. കുറച്ചുകൂടെ മയമൊക്കെ കിട്ടും. എന്നിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. 2 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ അന്ന് ചുടുന്നില്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താണേലും ചുടുന്നതിന് കുഴപ്പമില്ല.